പ്രിയപ്പെട്ടവരെ, ഇന്ന് മലയാള സാഹിത്യം കവിത, കഥ, ഉപന്യാസം, നോവൽ എന്ന പേപ്പറിലെ ബ്ലോക്ക് 3 KP അപ്പൻ്റെ ആദർശ മാനവികതയുടെ സംഗീതം എന്ന ലേഖനമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. KP അപ്പൻ ആദർശ മാനവികതയുടെ സംഗീതം. ഈ ലേഖനം പഠിക്കുന്നതിലൂടെ നമ്മൾ സ്വായത്തമാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഒന്ന് KP അപ്പനെ കുറിച്ച് എന്ന വിമർശകനെ കുറിച്ച് നമ്മളൊരു ധാരണ ഉണ്ടാക്കുന്നു. രണ്ട്, ആദർശ മാനവികതയുടെ സംഗീതം എന്ന ഈ ലേഖനത്തെ സവിശേഷമായിട്ട് മനസ്സിലാക്കുന്നു. 3, ശ്രീനാരായണ ഗുരു നടത്തിയ സാമൂഹിക നവോത്ഥാനത്തെ അടുത്തറിയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. 4, മനുഷ്യൻ എന്ന സങ്കല്പത്തെ ഗുരു വിഭാവനം ചെയ്തിരിക്കുന്നത് എങ്ങനെ എന്നുള്ളത് മനസ്സിലാക്കുന്നു. ദൈവസങ്കല്പത്തെക്കുറിച്ച് ഗുരുവിനുണ്ടായിരുന്ന കാഴ്ചപ്പാടുകൾ അതെങ്ങനെയാണ് എന്നുള്ളത് അറിയുന്നു. ഇത്തരത്തിലുള്ള നിരീക്ഷണങ്ങളാണ്, മനസ്സിലാക്കുകളാണ് നമുക്ക് ഈ യൂണിറ്റിലൂടെ, ഈ പാഠത്തിലൂടെ സവിശേഷമായിട്ട് അറിയേണ്ടത് എന്നതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ KP അപ്പൻ എന്ന നിരൂപകനെ പറഞ്ഞുകൊണ്ട് നമുക്ക് പാഠത്തിലേക്ക് കടക്കാം. KP അപ്പൻ എന്ന വിമർശകനെ കുറിച്ച് നിങ്ങൾ ഇതിനു മുമ്പ് ചിലപ്പോൾ കേട്ടിട്ടുണ്ടാകാം, കേൾക്കാതെയും ഇരിക്കാം. എന്തായാലും മലയാള സാഹിത്യത്തിൽ 1960കളിൽ ആരംഭിച്ച ആധുനിക പ്രസ്ഥാനത്തിന് ദിശാബോധം നൽകുകയും ഭാവുകത്വ പരിണാമത്തിന് സൈദ്ധാന്തിക ഭൂമിക ഒരുക്കുകയും ചെയ്തൊരു നിരൂപകനാണ് ഈ KP അപ്പൻ. അങ്ങനെയൊക്കെ പറഞ്ഞാൽ എന്താണെന്നുള്ളത് മനസ്സിലാവോ? ഒന്നും കൂടി പറയുകയാണ്. മലയാള സാഹിത്യത്തിൽ, അതായത് ആ കാലഘട്ടം പറയുമ്പോൾ നമ്മൾ 1960 അവിടെ ആരംഭിക്കുകയാണ് നമ്മുടെ ആധുനിക പ്രസ്ഥാനം എന്ന് പറയുന്നത്. ആധുനിക പ്രസ്ഥാനം നമ്മൾ പലപ്പോഴും ചെറുകഥ പഠിക്കുമ്പോഴൊക്കെ, നോവലൊക്കെ പഠിക്കുമ്പോൾ ആധുനികതയുടെ ഒരു കാലഘട്ടമായിട്ട് സൂചിപ്പിക്കുന്ന ഒരു 1960കൾക്ക് ശേഷം എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ ഈ ആധുനിക പ്രസ്ഥാനത്തിനൊരു ദിശാബോധം, ആധുനികത ഇങ്ങനെയായിരിക്കണം, ആധുനിക ചർച്ച ചെയ്യേണ്ടത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരൂപണ രംഗത്തേക്ക് ആധുനികതയ്ക്ക് വേണ്ടി നിലകൊണ്ട ഒരു എഴുത്തുകാരനാണ് KP അപ്പൻ എന്ന് പറയുന്ന മഹാനായ വിമർശകൻ. ആ ആധുനികതയ്ക്കുള്ള ഒരു ദിശാബോധം നൽകുന്നതോടൊപ്പം തന്നെ ഒരു ഭാവുകത്വ പരിണാമത്തിന് സൈദ്ധാന്തിക ഭൂമിക ഒരുക്കുകയും ചെയ്തു. ആ മാറ്റത്തിന് ഒരു സൈദ്ധാന്തികം ഇങ്ങനെയാണ് വേണ്ടത് എന്ന നിലയിലുള്ള ഒരു സൈദ്ധാന്തിക ഭൂമിക ഒരുക്കിക്കൂടി ചെയ്യുകയാണ് KP അപ്പൻ ചെയ്യുന്നത്. KP അപ്പൻ ആധുനികത എഴുത്ത് തുടങ്ങി ഉത്തരാധുനികത വരെ അങ്ങ് നിലനിൽക്കുന്നുണ്ട്. അപ്പോഴും ഉത്തരാധുനികതയുടെ കുറ്റവും കുറവുമൊക്കെ കഴിഞ്ഞ് ആധുനികയാണ് ഏറ്റവും ബെറ്റർ എന്ന് പറയുന്ന രീതിയിലൊക്കെ പെരുമാറുന്ന KP അപ്പൻ, എഴുത്തിൽ പെരുമാറുന്ന KP അപ്പനെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അടുത്തത്, സാഹിത്യകാരൻ്റെ സാമൂഹിക പ്രതിബദ്ധത, സ്വാതന്ത്ര്യബോധം എന്നിവയെക്കുറിച്ചാണ് അദ്ദേഹം നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്നത് എന്നുള്ളതാണ് അടുത്ത പ്രധാനപ്പെട്ട പോയിൻ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ആദ്യം പറഞ്ഞു, മലയാള സാഹിത്യത്തിൽ ആധുനികതയ്ക്ക് വേണ്ടി നിലകൊണ്ട നിരൂപനാണ് നമ്മുടെ KP അപ്പൻ. ഇപ്പോൾ പറയുകയാണ് സാമൂഹിക പ്രതിബദ്ധത, സാഹിത്യകാരന് സമൂഹത്തിൽ ഉള്ള പ്രതിബദ്ധത അതെപ്രകാരമായിരിക്കണമെന്നും സാഹിത്യകാരൻ്റെ സ്വാതന്ത്ര്യബോധം അത് ഏത് രീതിയിലൊക്കെ ആയിരിക്കണമെന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് KP അപ്പൻ. തൻ്റെ പല ലേഖനങ്ങളിലായിട്ട് പല നിലയിൽ പല രീതിയിൽ KP അപ്പൻ ഇത് സൂചിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ തലമുറയുടെ വിമർശനത്തിലുള്ള അതൃപ്തി, പുതിയതായി പലതും പകർത്താനുള്ള വെമ്പൽ, ആരാധിക്കപ്പെട്ടിരുന്ന വിഗ്രഹങ്ങൾ തകർക്കാനുള്ള രോഷം, ഇവയൊക്കെ KP അപ്പൻ എന്ന നിരൂപകരിൽ സമ്മേളിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. എന്തൊക്കെയാണ്? കഴിഞ്ഞ തലമുറയുടെ വിമർശനത്തിലുള്ള അതൃപ്തി. അവരൊക്കെ എന്താണ് ഈ വിമർശനം നടത്തിയത്? അതൊന്നും പോരാ. ഇതൊന്നും ഇത്തരത്തിലല്ല വിമർശനം പോകേണ്ടത്. അതിലൊരു അതൃപ്തി ആര് പ്രകടിപ്പിക്കുന്നുണ്ട്? KP അപ്പൻ പ്രകടിപ്പിക്കുന്നു. മാത്രമല്ല, പുതിയതായി പലതും പകർത്താനുള്ള വെമ്പൽ, ആ പഴയത് അത് ശരിയല്ല, അതിലൊരു അതൃപ്തിയുണ്ട്. മാത്രമല്ല, പുതിയ വിമർശന
പദ്ധതികളിൽ ഒരു വെമ്പൽ, അത് പകർത്താനുള്ള ഒരു വെമ്പലും ഇദ്ദേഹത്തിൻ്റെ എഴുത്ത് രീതിയിൽ, ചിന്തയിൽ ഉണ്ട്. ആരാധിക്കപ്പെട്ടിരുന്ന വിഗ്രഹങ്ങൾ തകർക്കാനുള്ള രോഷം, അതായത് അതുവരെ മലയാള സാഹിത്യം നിലനിർത്താൻ ശ്രമിച്ച പല ചിന്തകളുടെ വിഗ്രഹങ്ങൾ, വ്യക്തിത്വങ്ങൾ, ഇതിനൊക്കെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു രോഷം, ചൂട് ഈ KP അപ്പൻ എന്ന നിരൂപകനിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അക്കാദമിക് വിമർശനത്തിനെതിരെയുള്ള കലാപം തൻ്റെ ദൗത്യമായി തന്നെ അദ്ദേഹം കണ്ടിരുന്നു എന്നുള്ളതാണ്. അക്കാദമിക് പരമായിട്ട് വിമർശനം നടത്തുന്ന സമയത്ത് വിമർശനം എന്നത് ഒരു കലയാണ്. ആ കലാരൂപത്തിന് പറ്റുന്ന ചില പാകപ്പിഴകളൊക്കെ KP അപ്പൻ സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അക്കാദമിക് വിമർശനം എന്ന് പറഞ്ഞാൽ വളരെ ചിട്ടയായിട്ട്, വളരെ കാരകൗയരത്തോടെ വസ്തുനിഷ്ഠമായിട്ട് ചെയ്യുന്ന വിമർശനത്തെയാണ് ഈ അക്കാദമിക് വിമർശനം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിനെതിരെ കലാപം തന്നെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അത് തൻ്റെ ഒരു ദൗത്യമായിട്ട് തന്നെ അദ്ദേഹം കണ്ടു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പുതിയ കൃതികളിലെ ഭാഷാപരമായ നവജീവൻ വിമർശകർ ശ്രദ്ധിക്കേണ്ട സുപ്രധാന കാര്യങ്ങളിൽ ഒന്നായി അദ്ദേഹം എടുത്തു കാണിയിട്ടുണ്ട്. പുതിയ കൃതികൾ വരുമ്പോൾ അതിനകത്ത് ഭാഷാപരമായ ഒരു പുതുജീവൻ ഉണ്ട് എന്ന് ശ്രദ്ധിക്കേണ്ട ഇത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഭാഷയിൽ എഴുത്തുകാരൻ ശ്രദ്ധിക്കുന്നുണ്ട്, അത് നിരൂപകൻ ശ്രദ്ധിക്കേണ്ടതാണ്. അത്തരത്തിലുള്ള ശ്രദ്ധ എഴുത്തുകാരൻ പുലർത്തുന്നുണ്ടോ എന്നുള്ള നിരീക്ഷണം നിരൂപകൻ നടത്തേണ്ടതാണ്. പുതിയ കൃതികളിലൊക്കെ അത്തരത്തിലുള്ള ഭാഷാപരമായ മാറ്റങ്ങൾ വേണമെന്ന് ആവശ്യപ്പെടുന്ന നിരൂപകരാണ് KP അപ്പൻ. കൃതികളുടെ വിശദീകരണമാണ് വിമർശകൻ്റെ ഒന്നാമത്തെ കർത്തവ്യമെന്ന് ന്യൂ ക്രിട്ടിക്കുകളെ പോലെ നവീന വിമർശകരും വിശ്വസിച്ചിരുന്നു. അതായത് ഈ കൃതികളെ നമ്മൾ വിശദീകരിക്കുക, എന്താണ് ആ കൃതി പറയുന്നത്, ഇന്ന നോവൽ അല്ലെങ്കിൽ ഇന്ന കവിത ഇന്നതാണ് സൂചിപ്പിക്കുന്നത് എന്നതാണ് ഒരു നിരൂപകനെ സംബന്ധിച്ച് ഉള്ള ഒരു ഒന്നാമത്തെ കർത്തവ്യമെന്ന് ന്യൂ ക്രിട്ടിക്കുകൾ, നവീന വിമർശകർ ഇവരൊക്കെ വിശ്വസിച്ചിരുന്നു. ആധുനിക മനുഷ്യനെ പിടികൂടിയിരിക്കുന്ന ഏകാന്തത, സ്വാതന്ത്ര്യബോധം, നിസ്സംഗത തുടങ്ങിയ പ്രശ്ന സങ്കീർണതകളെ വ്യാഖ്യാനിക്കുവാനും നവവിമർശകർ ശ്രമിച്ചു. പുതിയ വിമർശകർ ആധുനികത മനുഷ്യനെ പിടികൂടിയിരിക്കുന്ന വല്ലാത്തൊരു ഏകാന്തത, അസ്തിത്വബോധം, അതൊക്കെ സ്വാതന്ത്ര്യബോധം, നിസ്സംഗത, അവരനുഭവപ്പെടുന്ന നിസ്സംഗത തുടങ്ങിയ പ്രശ്നങ്ങളെ, സങ്കീർണതകളെ അതിനെ വ്യാഖ്യാനിക്കാനും ഈ നവവിമർശകർ ശ്രമിക്കുന്നുണ്ട്. ഈ ഒരു നവവിമർശകരുടെ ഈ പറഞ്ഞ ലക്ഷണങ്ങളെല്ലാം KP അപ്പൻ്റെ നിരൂപണത്തിൽ ഒത്തുചേരുന്നു അല്ലെങ്കിൽ കാണാൻ വേണ്ടി കഴിയുന്നു എന്നുള്ളതാണ് KP അപ്പനെ സംബന്ധിച്ചിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട പോയിന്റ്. തൻ്റെ സൗന്ദര്യാത്മക ദർശനം കൊണ്ട് എഴുത്തുകാരൻ്റെ ആത്മാവിലേക്ക് പ്രവേശിക്കാനാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. എല്ലാത്തിലും, എഴുത്തിലും ഒരു സൗന്ദര്യം വേണം, കല വേണം എന്ന നിലയിലൊക്കെ വാദിക്കുന്ന ആളാണ് ഈ KP അപ്പൻ. അപ്പോൾ ആ ഒരു സൗന്ദര്യം കൊണ്ട് എഴുത്തുകാരൻ്റെ ആത്മാവിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ശ്രമിക്കുന്നത്. അതായത് അതുവരെ ഉണ്ടായിരുന്ന ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് നമുക്കറിയാം, വിപ്ലവത്തിൻ്റെ സ്വരം മുഴക്കുന്ന കൃതികളായിരുന്നു. നമ്മുടെ ബഷീർ, തകഴി, പൊൻകുന്നമ്പറക്കൊക്കെ എഴുതുന്ന എഴുത്തുകൾ അത്തരത്തിലായിരുന്നു. അപ്പോൾ അതിനനുസരിച്ചുള്ള ഭാഷയാണ് അവർ ഉപയോഗിച്ചു കൊണ്ടിരുന്നത്. ആ ഭാഷ എന്ന് പറയുന്നത് വിപ്ലവത്തിൻ്റെ, മനുഷ്യൻ്റെ ജീവിതത്തെ അതേപോലെ പച്ചയായിട്ട് പറയുന്ന ഭാഷയായിരുന്നു. അതിനൊരു മാറ്റം എന്ന നിലയിലാണ് ഭാഷയിൽ പുതിയ ബിംബങ്ങളൊക്കെ നിർമ്മിക്കണമെന്നൊക്കെ നമ്മുടെ KP അപ്പൻ പറയുന്നത്. അത്തരത്തിലൊരു സൗന്ദര്യബോധം
നിരൂപണം തന്നെ ഒരു കൃതിയാണ്, വിമർശനം തന്നെ ഒരു കൃതിയാണ്. അതിനകത്തൊരു സൗന്ദര്യമുണ്ട്. അത് എന്താണ്, ഒരു കൃതിയെക്കുറിച്ച് നമ്മളെ പറയുന്നത് എന്താണ്, കൃതി ഒരു കലയാണ്. അതേപോലെ ആ കൃതിയെക്കുറിച്ച് പറയുന്ന ഇത് വിമർശനം ഒരു വിമർശന കലയാണ് എന്ന് വാദിക്കുന്ന ആളാണ് KP അപ്പൻ എന്ന് മനസ്സിലാക്കി വെക്കുക. ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു കാലഘട്ടത്തിൽ തന്നെ എഴുതിയ മറ്റ് എഴുത്തുകാരാണ് V രാജകൃഷ്ണൻ, ആശാമേനോൻ, നരേന്ദ്രപ്രസാദ്, തോമസ് മാത്യു തുടങ്ങിയവർ. ഇവരൊക്കെ KP അപ്പനെ പോലെ തന്നെ ആധുനിക വിമർശനത്തെ ശക്തിപ്പെടുത്തിയവരും കൂടിയാണ് എന്നുള്ളത് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ്. അപ്പോൾ KP അപ്പനെ കുറിച്ചുള്ള ഒരു ധാരണ, എത്തരത്തിലാണ് എഴുതിയിട്ടുള്ളത്, എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ സമീപനം, എന്തിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം നിലകൊണ്ടിരുന്നത് എന്നതിനെ കുറിച്ചൊക്കെ ഒരു ഏകദേശ സാമാന്യ ധാരണ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇനി KP അപ്പൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ് നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത്. ശോഭിക്കുന്നവരുടെ സുവിശേഷം, തിരസ്കാരം, കലഹവും വിശ്വാസവും. ഒന്നും കൂടി വായിക്കുകയാണ്. ശോഭിക്കുന്നവരുടെ സുവിശേഷം, തിരസ്കാരം, കലഹവും വിശ്വാസവും, മാറുന്ന മലയാള നോവൽ, മലയാള ഭാവന, മൂല്യങ്ങളും സംഘർഷങ്ങളും, വരകളും വർണ്ണങ്ങളും, ബൈബിൾ വെളിച്ചത്തിൻ്റെ കവചം, കലാപം, വിവാദം, സമയപ്രവാഹവും സാഹിത്യകലയും, കഥ, ആഖ്യാനവും അനുഭവസത്തയും, ഉത്തരാധുനിക വർത്തമാനവും വംശാവലിയും, ഇന്നലകളിലെ അന്വേഷണ പരിശോധനകൾ, വിവേകശാലിയായ വായനക്കാര, രോഗവും സാഹിത്യഭാവനയും, മധുരം നിൻ്റെ ജീവിതം, അഭിമുഖ സംഭാഷണങ്ങൾ, ചരിത്രത്തെ നിങ്ങൾക്കൊപ്പം കൂട്ടുക, പേനയുടെ സമരമുഖങ്ങൾ തുടങ്ങിയവയൊക്കെ KP അപ്പൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ്. ഈ കൃതികളിലൂടെയൊക്കെ അദ്ദേഹം ആധുനികതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു എഴുത്തുകാരൻ എന്ന നിലയിലാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. ഈ ഉത്തരാധുനികത, വർത്തമാനവും വംശാവലിയും എന്ന കൃതി ഉത്തരാധുനികയെ കുറിച്ചിട്ടുള്ള കൃതിയാണെങ്കിലും അതിലും ഈ ഒരു ആധുനികതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന, ആധുനികതയാണ് നല്ലത് എന്ന് പറയുന്ന ഒരു KP അപ്പൻ്റെ മനോഭാവം നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് KP അപ്പനെക്കുറിച്ചുള്ള ഒരു സാമാന്യമായ ചിത്രമെന്ന് പറയുന്നത്. ഇനി നമ്മൾ ലേഖനത്തിലേക്ക് കടക്കുകയാണ്. ആദർശ മാനവികതയുടെ സംഗീതം. ആദർശം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമല്ലോ. ദർശനം, നമ്മൾ കാണുന്ന ഒരു ആദർശം എന്നൊക്കെ പറയുന്നില്ലേ, അതെന്താണ്, അത് ഭൗതികമല്ലാത്ത എന്നാൽ ഭൗതികവുമായി ബന്ധപ്പെട്ടൊരു ആശയ ലോകത്തിൻ്റെ ഒരു മണ്ഡലമാണ് ഈ എന്താണ് ആദർശത എന്നൊക്കെ പറയുന്നതൊക്കെ. ഈ ആദർശ മാനവികതയുടെ ഈ ഒരു ഞാൻ പറഞ്ഞ അത് മാനവികതയുടെ ആയിട്ട് മാറുന്നതിൻ്റെ ഒരു സംഗീതമാണ്. മാനവികതയുടെ ആദർശം എന്ന് പറയുമ്പോൾ ലോകത്തുള്ള എല്ലാ മനുഷ്യരും ഒരേപോലെ എന്ന നിലയിൽ കാണാൻ പറ്റുന്ന ഒരു ആദർശം, അതിൻ്റെ സംഗീതം, അത് ആരിൽ മുഴങ്ങിയിട്ടുണ്ട്? കേരളത്തിലെ ശ്രീനാരായണ ഗുരു എന്ന നവോത്ഥാന നായകൻ്റെ, പണ്ഡിതൻ്റെ, എങ്ങനെയാണ് വിശേഷിപ്പിക്കേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ ആ വ്യക്തിയിൽ ഉണ്ടായിട്ടുണ്ട്. അതിനെ KP അപ്പൻ നിരീക്ഷിക്കുകയാണ് ചെയ്യുന്നത്. KP അപ്പൻ മനസ്സിലാക്കിയ ശ്രീനാരായണ ഗുരുവിനെയാണ് നമുക്ക് ഈ ഒരു ലേഖനത്തിൽ കാണാൻ വേണ്ടി പറ്റുന്നത്. ഈ ശ്രീനാരായണ ഗുരു ചരിത്രത്തിനും മനുഷ്യകുലത്തിനും വേണ്ടി ചെയ്ത സംഭാവനകളെ വിലയിരുത്തുകയാണ് ഈ ഒരു പാഠഭാഗത്തിലൂടെ KP അപ്പൻ വിശേഷിച്ച് ചെയ്യുന്നത്. വിഭാഗീയതയും സങ്കുചിതത്വവും തൊട്ടുകൂടായ്മയും നിറഞ്ഞ തനിക്ക് ചുറ്റുമുള്ള ലോകത്തെ ചികിത്സിക്കാനാണ് ശ്രീനാരായണ ഗുരു ശ്രമിച്ചത് എന്നുള്ളത് ഇദ്ദേഹം പറയുന്നുണ്ട്. മാനവിക വിരുദ്ധമായ ആശയങ്ങളാൽ നയിക്കപ്പെടുന്നവരെ അദ്ദേഹം തന്നിലേക്ക് ആകർഷിച്ച് ശിഷ്യന്മാരാക്കി. മാനവികത എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിന്, മനുഷ്യൻ എന്ന് പറയുന്ന കൺസെപ്റ്റിന് വിരുദ്ധമായി ആശയങ്ങളിൽ നയിക്കപ്പെടുന്നവരൊക്കെ ഒരു ശിഷ്യന്മാരായിട്ട് സ്വീകരിക്കുകയും മൂല്യസൃഷ്ടാവായ ദാർശനികനും ആദർശ മാനവികതയുടെ തത്വചിന്തകനുമായിരുന്നു ഗുരു. അതുകൊണ്ട് തന്നെ ഒരു മതത്തെയും ഒരു ദൈവത്തെക്കുറിച്ച് അദ്ദേഹം ചരിത്രത്തോട് സംസാരിച്ചത് എന്നുള്ളതാണ്.
മതമല്ല മനുഷ്യൻ നന്നാവണമെന്നായിരുന്നു ആരുടെ സ്വപ്നം? ഗുരുവിൻ്റെ സ്വപ്നമെന്ന് KP അപ്പൻ നമ്മോട് പറയുകയാണ്. ഒരാളുടെ സാന്നിധ്യത്താൽ മറ്റുള്ളവർക്ക് ആത്മശക്തിയും ആധ്യാത്മികമായ ഉയർച്ചയും കിട്ടുമെങ്കിൽ അദ്ദേഹം ഗുരുവാണ്. ഭാരതീയ ഭാവനയിൽ ഗുരു വൈദ്യനാണ്. ശ്രീനാരായണ ഗുരു വ്യക്തിയുടെ ഭാവരോഗത്തെയല്ല പ്രധാനമായും ചികിത്സിച്ചത്. അദ്ദേഹം ചരിത്രത്തിൻ്റെ മാനസിക ചികിത്സകനായിരുന്നു എന്നൊരു നിരീക്ഷണവും കൂടി ഈ ലേഖനത്തിലൂടെ KP അപ്പൻ നടത്തുന്നുണ്ട്. അപമാനിതനായ മനുഷ്യൻ ചരിത്രത്തിൽ നിറച്ച നൈരാശ്യങ്ങളെ ചികിത്സിച്ചു ഭേദമാക്കാനാണ് ഗുരു ശ്രമിക്കുന്നത്. അതുവരെ മനുഷ്യൻ സൃഷ്ടിച്ച ആ ഒരു ചരിത്രത്തെ, ജാതീയതയുടെ, മനുഷ്യനെ മനുഷ്യനായി കാണാത്ത ചരിത്രത്തെ തിരുത്താനാണ് ആര് ശ്രമിക്കുന്നത്? നമ്മുടെ ശ്രീനാരായണ ഗുരു ശ്രമിക്കുന്നത്. ചരിത്രത്തിൻ്റെ ഭൗതിക പരിസ്ഥിതി മനസ്സിലാക്കിയ തത്വചിന്തകനായിരുന്നു ഗുരു. അടിമത്തത്തെ ജനിപ്പിക്കുന്നതിലും അതിനെ വർദ്ധിപ്പിക്കുന്നതിലും സംഘടിത മതങ്ങൾക്കുള്ള പങ്ക് ഗുരു അറിഞ്ഞിരുന്നു. സാധാരണ സന്യാസികളെപ്പോലെ സന്മാർഗത്തെക്കുറിച്ച് അദ്ദേഹം പ്രസംഗിച്ചില്ല. മതാനുശാസനത്തിൻ്റെ സേവകനെപ്പോലെ ഒരിക്കലും സംസാരിച്ചില്ല. ആദർശ മാനവികതയിലൂടെയുള്ള യാത്രയിൽ ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട എന്ന് പറഞ്ഞ സഹോദരൻ അയ്യപ്പൻ്റെ നിരീശ്വര മാനവികതയെ ഗുരു അംഗീകരിച്ചു. ആദ്യകാലത്ത് ഗുരു സ്ഥാപിച്ച പ്രതിഷ്ഠകളിലെ ഏക ദൈവം എന്ന വിശ്വാസം പരീക്ഷണ വിധേയമായിരുന്നില്ല. സോക്രട്ടീസിനെ പോലെ ബൗദ്ധികമായ ധൃതി കൂട്ടൽ ഇല്ലാതെ വിഗ്രഹത്തിൽ നിന്നും ഏകദൈവത്തിലേക്കും ക്ഷേത്രങ്ങളുടെ സ്ഥാനത്ത് വിദ്യാലയങ്ങൾ എന്ന ആശയത്തിലേക്കും ജനതയുടെ ആഗ്രഹങ്ങളെ നയിക്കുകയായിരുന്നു അദ്ദേഹം. അല്ലാതെ ചരിത്രത്തെ ഞൊടിയിടയിൽ മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടില്ല. ദൈവശാസ്ത്രപരമായ കടുംപിടുത്തങ്ങളൊന്നുമില്ലാത്ത ദൈവകേന്ദ്ര മാനവികതയായിരുന്നു ഗുരുവിൻ്റേത്. മാനുഷിക മൂല്യങ്ങളുടെ ഗഹനതയിൽ ദൈവാനുഭവം പ്രവർത്തിക്കുമെന്ന് ഗുരുവിന് അറിയാമായിരുന്നു. ദൈവകേന്ദ്രമായ ആദർശ മാനവികതയെ ശാസിച്ചുകൊണ്ട് വ്യക്തിയുടെ ദൈവാനുഭവത്തെ മനുഷ്യത്വത്താൽ നിറയ്ക്കാൻ ഗുരു ശ്രമിച്ചു. കളവങ്കോടിലെ കണ്ണാടി പ്രതിഷ്ഠ വിശ്വാസത്തെ സംബന്ധിച്ച ഗുരുവിൻ്റെ വെളിപാടും അവിശ്വാസിക്കുള്ള ക്ഷമാപണവുമായിരുന്നു. ഇങ്ങനെ രണ്ട് വ്യത്യസ്ത ആശയങ്ങളെ സമന്വയിപ്പിക്കുന്ന ഭാഷയായിരുന്നു കണ്ണാടി പ്രതിഷ്ഠ. അരുവിപ്പുറത്തെ പ്രതിഷ്ഠ സൗഹാർദ്ദ സമീപനത്തോടെ പൗരോഹിത്യത്തിൻ്റെ അധികാരം പിടിച്ചെടുക്കലായിരുന്നു. ദൈവശാസ്ത്രപരമായ വിശ്വസനീയത സൃഷ്ടിക്കൽ എന്നതിനേക്കാൾ സാമൂഹികവും ചരിത്രപരവുമായൊരു അധികാരത്തെ പിടിച്ചെടുക്കലായിരുന്നു. അതിൽ ഒരു രഹസ്യവാദമുണ്ടായിരുന്നു. അത് രാഷ്ട്രീയ മിസ്റ്റിസിസം ആയിരുന്നു. ഇങ്ങനെയൊക്കെയാണ് KP അപ്പൻ പറയുന്നത്. വർഗരഹിത സമുദായമല്ല, ജാതിരഹിത. KP അപ്പൻ ആരെക്കുറിച്ച് പറയുന്നതാണിത്? ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചിട്ട് പറയുന്നതാണ് കേട്ടോ. വർഗരഹിത സമുദായമല്ല, ജാതിരഹിത സമുദായമായിരുന്നു ഗുരുവിൻ്റെ ചിന്തയിലെ ഭാവി പദ്ധതി. വിശക്കുന്നവനോടൊപ്പം ഭക്ഷണം കഴിക്കുന്നതിൽ, പന്തി ഭോജനത്തിൽ സോഷ്യലിസ്റ്റ് ധാർമ്മിക മൂല്യങ്ങളുടെ രാഷ്ട്രീയ രഹസ്യവാദമുണ്ടായിരുന്നു. അവിടെ സാമൂഹിക നീതിയും പ്രായോഗിക മാനവികതയും ഒന്നാവുന്നു. ശിവപ്രതിഷ്ഠയും പന്തിഭോജനവും നിലവിലുള്ള അർത്ഥത്തെ മാറ്റിയെഴുതിക്കൊണ്ട് മറ്റു ലോകങ്ങളിലേക്ക് കുതിച്ചു. അത് ആദർശ മാനവികതയുടെ ലോകമായിരുന്നു. അതിൻ്റെ കേന്ദ്രം നന്നായിത്തീരുന്ന മനുഷ്യനായിരുന്നു. ഗുരു വിഭാവന ചെയ്ത ഈ മനുഷ്യനിൽ നമുക്ക് വിശ്വസിക്കാം. കാരണം അത് ഒരു ജനതയുടെ രക്തത്തെ പ്രബുദ്ധമാക്കുന്നു. മതരഹിതമായ ആത്മീയതയുടെ ഭാഗമെന്ന നിലയിൽ വിഭാവന ചെയ്യപ്പെട്ട മനുഷ്യൻ നമുക്ക് ആവശ്യമാണ്. യാഥാർത്ഥ്യത്തിലോ ഭാവനയിലോ അനിവാര്യമാക്കേണ്ട ജീവിതവും തത്വചിന്തയുമായിരുന്നു ഗുരുവിൻ്റേത്. യഥാർത്ഥത്തിൽ ഗുരു ഇല്ലായിരുന്നെങ്കിൽ കേരളത്തിൻ്റെ സാംസ്കാരിക പ്രതിഭ ഇങ്ങനെയൊരു ഗുരുവിനെ ഭാവന ചെയ്യുമായിരുന്നു എന്നും കൂടി KP അപ്പൻ
പറയുന്നുണ്ട്. ലളിതാംബിക അന്തർജനമോ സക്രിയയോ പുനത്തിൽ കുഞ്ഞബ്ദുളയോ തങ്ങളുടെ രചനകളിൽ ഇത് ചെയ്യുമായിരുന്നു എന്ന് ലേഖകൻ പറഞ്ഞ് നിർത്തുന്നു. അപ്പോൾ ശ്രീനാരായണ ഗുരു കേരളത്തിന് നൽകിയ സംഭാവനയെ വ്യത്യസ്തമായി തൻ്റേതായ രീതിയിൽ വിലയിരുത്തുകയാണ് KP അപ്പൻ ചെയ്യുന്നത്. ചരിത്രത്തിൻ്റെ ഒരു നൈരാശ്യങ്ങളെ ചികിത്സിച്ചു ഭേദപ്പെടുത്തിയ വൈദ്യനായി ഗുരുവിനെ വിഭാവന ചെയ്തത് നമുക്ക് അതിനൊരു ഉദാഹരണമായിട്ട് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി പറ്റും. കളവം കോടിയിലെ കണ്ണാടി പ്രതിഷ്ഠ വിശ്വാസത്തിനുള്ള ഒരു വെളിപാടും അവിശ്വാസിക്കുള്ള ക്ഷമാപണവുമായി കരുതുന്നതിൽ KP അപ്പൻ്റേത് മാത്രമായ ഒരു ശൈലിയും ഒരു ദർശനവും നമുക്ക് കാണുവാൻ വേണ്ടി പറ്റും. ഗുരുവിൻ്റെ ഏറ്റവും വലിയ സവിശേഷതയായി ലേഖകൻ കാണുന്നത് ഗുരുവിൻ്റെ മാനവികതാ ദർശനത്തെയാണ്. ആ ഒരു ദർശനത്തെയാണ് ഗുരുവിൻ്റെ ഏറ്റവും വലിയൊരു സവിശേഷതയായിട്ട് KP അപ്പൻ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ലേഖനത്തിന് എന്ത് പേര് കൊടുത്തത്? ആദർശിക മാനവികതയുടെ സംഗീതം എന്ന പേരും കൊടുത്തിരിക്കുന്നത്. പന്തി ഭോജനത്തിലും ശിവപ്രതിഷ്ഠയിലുമെല്ലാം ഇതാണ് കാണുന്നത് എന്നാണ് പറയുന്നത്. ഗുരുദേവൻ്റെ ഈ മാനവികതാ ദർശനം ചരിത്രത്തിൻ്റെയും അന്നത്തെ സമൂഹത്തിൻ്റെയും ആവശ്യമായിരുന്നു എന്ന് KP അപ്പൻ പറഞ്ഞു വെക്കുന്നു. മതരഹിതമായ ആത്മീയത അന്നത്തെ നമ്മുടെ ആവശ്യമായിരുന്നു. ഈ ആവശ്യം കണ്ടറിഞ്ഞ് നിർവഹിക്കുകയായിരുന്നു ആര് ചെയ്തത്? ശ്രീനാരായണ ഗുരു ചെയ്തതെന്ന് KP അപ്പൻ പറയുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ലേഖനത്തിലെ പ്രധാനപ്പെട്ട പോയിന്റുകൾ എന്ന് പറയുന്നത്. അതിലെ നമുക്ക് വീണ്ടും ഒന്ന് അരിച്ചു പെറുക്കി അതിനൊന്ന് അരിച്ചെടുത്താൽ കിട്ടുന്ന പ്രധാനപ്പെട്ട പോയിൻ്റാണ് ഇനി അങ്ങോട്ട് പറയാൻ വേണ്ടി പോകുന്നത്. ഏകദേശം ഒരു കാര്യം, ഒരു ലേഖനത്തിൻ്റെ ചിത്രം കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇനി പ്രധാനപ്പെട്ട പോയിന്റുകളൊന്ന് വിശദീകരിച്ച് പെട്ടെന്ന് പോവുകയാണ്. ആദർശ മാനവികതയുടെ തത്വചിന്തകനായിരുന്നു ശ്രീനാരായണ ഗുരു എന്നുള്ളൊരു നിരീക്ഷണമാണ് ഈ ലേഖനത്തിലെ ആദ്യത്തെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്. അതിലാണ് ഈ ലേഖകൻ ഏറ്റവും കൂടുതൽ ഊന്നി നിൽക്കുന്നത്. ആദർശ മാനവികതയുടെ തത്വചിന്തകനായിരുന്നു ശ്രീനാരായണ ഗുരു എന്ന പോയിന്റ്. ശ്രീനാരായണ ദർശനങ്ങളിലെ കേന്ദ്രസത്ത വിശാലമായ മനുഷ്യത്വ ദർശനമാണ് എന്നുള്ള നിരീക്ഷണമാണ് രണ്ടാമത്തത്. ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനങ്ങളുടെ കേന്ദ്രസത്ത എന്ന് പറയുന്നത് വിശാലമായ മനുഷ്യത്വമാണ്, മനുഷ്യനാണ്. മനുഷ്യത്വത്തെ ഉൾക്കൊള്ളുന്ന അറിവുകളും ആശയങ്ങളും പ്രവർത്തികളുമാണ് ആര് ചെയ്യുന്നത്? ശ്രീനാരായണ ഗുരു ചെയ്യുന്നത് എന്നാണ് KP അപ്പൻ പറയുന്നത്. അപമാനിതനായ മനുഷ്യൻ ചരിത്രത്തിൽ നിറച്ച നൈരാശ്യത്തെ ചികിത്സിച്ചു ഭേദമാക്കുന്ന മാനസിക വൈദ്യനായിരുന്നു ഗുരു എന്നും കൂടിയുള്ളൊരു നിരീക്ഷണം KP അപ്പൻ നടത്തുന്നുണ്ട്. വിസ്മരിക്കപ്പെട്ട ചരിത്രത്തിൻ്റെ ഒരു വീണ്ടെടുപ്പ് എന്ന നിലയിലൊക്കെ നമുക്കതിനെ കാണാവുന്നതാണ്. സാധാരണ സന്യാസിമാരെ പോലെ സന്മാർഗം പ്രസംഗിക്കുകയായിരുന്നില്ല, പ്രവർത്തിച്ച് കാണിക്കുകയായിരുന്നു ഗുരു എന്നുള്ളൊരു മറ്റൊരു നിരീക്ഷണം കൂടി KP അപ്പൻ നടത്തുന്നു. മറ്റുള്ളവരെ പോലെ ഇങ്ങനെ പറഞ്ഞു നടക്കുകയല്ല, ഗുരു എന്ത് ചെയ്യുന്നു? പ്രവർത്തിച്ച് കാണിക്കുകയാണ് ചെയ്യുന്നത്. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട എന്ന് പറഞ്ഞ സഹോദരൻ അയ്യപ്പനെ നിരീശ്വര മാനവികതയെ, ആ സഹോദര അയ്യപ്പൻ്റെ നിരീക്ഷണ മാനവികത, ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട എന്നുള്ള ഒരു ആശയം അത് ഗുരു അംഗീകരിക്കുന്നു. കാരണം എന്താ? അതിനകത്തൊരു മാനവികത ദർശനമുണ്ട്. അതുകൊണ്ടാണ് ഗുരു അങ്ങനെ അംഗീകരിക്കുന്നത്. ദൈവകേന്ദ്രീകൃതമായ ആദർശ മാനവികതയെ ശാസിച്ചുകൊണ്ട് വ്യക്തിയുടെ ദൈവാനുഭവത്തെ മനുഷ്യത്വത്താൽ നിറയ്ക്കാനാണ് ഗുരു ശ്രമിച്ചത്. ദൈവകേന്ദ്രീകൃതമായ ഒരു ആദർശ മാനവികതയെ ഇല്ലാണ്ടാക്കിക്കൊണ്ട് വ്യക്തിയുടെ വ്യക്തി അനുഭവിക്കുന്ന ഒരു ദൈവാനുഭവത്തിന് ഉണ്ട്, അതിനെ മനുഷ്യത്വത്താൽ നിറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഗുരു ശ്രമിക്കുന്നത്. അതായത് നമ്മൾ വിഗ്രഹത്തെ പോയിട്ട് തൊഴുതുന്നു, അതിൽ കവിഞ്ഞ് മനുഷ്യൻ്റെ മനസ്സിനുള്ളിലുള്ളൊരു ദൈവസങ്കല്പമുണ്ട്. ഞാൻ തന്നെയാണ് ദൈവം, കണ്ണാടി നോക്കുമ്പോൾ നാം കാണുന്നത് നമ്മൾ തന്നെയാണ് എന്ന നിലയിലൊക്കെയുള്ള അവനവൻ്റെ അതിലെന്ത് വേണം? മനുഷ്യത്വമാണ്, അഹംഭാവമല്ല, മനുഷ്യത്വം വേണം. അത്തരത്തിലുള്ള ഒരു ദൈവസങ്കല്പത്തെയാണ്, അതാണ് വ്യക്തിയുടെ ഒരു ദൈവസങ്കല്പത്തെയാണ് ഗുരു ചൂണ്ടിക്കാണിക്കുന്നത്. കളവൻ കോട്ടെ കണ്ണാടി പ്രതിഷ്ഠ വിശ്വാസത്തെ സംബന്ധിച്ച ഗുരുവിൻ്റെ വെളിപാടും അവിശ്വാസിക്കുള്ള ക്ഷമാപണവുമായിരുന്നു എന്നുള്ളത് നമ്മൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്.
അരുവിപ്പുറം പ്രതിഷ്ഠ ദൈവശാസ്ത്രപരമായ വിശ്വസനീയത സൃഷ്ടിക്കാൻ എന്നതിനേക്കാൾ സാമൂഹികവും ചരിത്രപരമായ അധികാരത്തെ പിടിച്ചെടുക്കാനായിരുന്നു ഉള്ളതാണ്. അത് എന്തിനായി ഗുരു ശിവപ്രതിഷ്ഠയൊക്കെ ചെയ്തത്? ഈ ശിവനിൽ വിശ്വസിക്കണം എന്നുള്ള ആശയങ്ങളൊക്കെ പ്രദർശിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ? അല്ല. അതിൽ നിന്നൊക്കെ വിപരീതമായിട്ട് എന്താണ്, അതുവരെ ഉണ്ടായിരുന്ന സാമൂഹികവും ചരിത്രപരമായ ഒരു അധികാരത്തെ, സാധാരണ ജനങ്ങൾക്കും വിശ്വാസമുണ്ട്, അവരുടെയും എന്താണ് ഈശ്വരനാണ്, അത്തരത്തിലുള്ള ഒരു ബ്രാഹ്മണിസം കൊണ്ട് നടക്കുന്നത് മാത്രമല്ല ഈശ്വര വിശ്വാസം എന്ന നിലയിലൊക്കെയുള്ള ഒരു വിശാലമായ മാനവികതയുടെ ദർശനമാണ് ആ ഒരു അരുവിപ്പുറ പ്രതിഷ്ഠയിലൂടെയും ഗുരു മുമ്പോട്ട് വെക്കുന്നത് എന്നുള്ളതാണ്. ഈ ശിവപ്രതിഷ്ഠവും പന്തിഭോജനവും ആദർശ മാനവതയുടെ ലോകം തന്നെ സൃഷ്ടിക്കുന്നുണ്ട്. അതിൻ്റെ കേന്ദ്രം എപ്പോഴും എന്തുതന്നെയാണ്, അതുകൊണ്ട് തന്നെ മനുഷ്യനായിരുന്നു എന്നുള്ളതാണ്. യാഥാർത്ഥ്യത്തിലോ ഭാവനയിലോ അനിവാര്യമാക്കേണ്ട തത്വചിന്തയും ജീവിതവുമായിരുന്നു ഗുരുവിൻ്റേത് എന്നുള്ളത് പ്രധാനപ്പെട്ട മറ്റൊരു പോയിൻ്റാണ്. യാഥാർത്ഥ്യത്തിൽ ഗുരു ഇല്ലായിരുന്നുവെങ്കിൽ തന്നെ കേരളത്തിലെ സാംസ്കാരിക പ്രതിഭ ഇങ്ങനെ ഒരു ഗുരുവിനെ ഭാവന ചെയ്യുമായിരുന്നു എന്നുള്ളൊരു നിരീക്ഷണവും കൂടി KP അപ്പൻ നടത്തുന്നുണ്ട്. അല്ലെങ്കിൽ എന്താണ്, അതിനകത്ത് ആരെഴുതുമായിരുന്നു, ഇങ്ങനെ ഗുരു ചെയ്യുന്നില്ലെങ്കിൽ ലളിതാംബിക അന്തർജനമോ സക്കറിയയോ പുനത്തിൽ കുഞ്ഞബ്ദുള്ളയോ തങ്ങളുടെ രചനകളിൽ ഇത് ചെയ്യുമായിരുന്നു എന്നും കൂടി ആര് പറയുന്നുണ്ട്? KP അപ്പൻ പറയുന്നുണ്ട്. അപ്പം ഇതാണ് ലേഖനം. KP അപ്പനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ലേഖനത്തിൽ KP അപ്പൻ പറയുന്ന ശ്രീനാരായണ ഗുരുവിൻ്റെ വ്യത്യസ്ത നിരീക്ഷണങ്ങളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. അതൊക്കെ മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. KP അപ്പനെ എന്ന നിരൂപകൻ മലയാള സാഹിത്യത്തിൽ തന്നെ എല്ലാത്തിനും തിരസ്കാരം എന്ന് പറയുന്ന കൃതി അടക്കം എഴുതിയ ആളാണ്. എല്ലാത്തിനും തിരസ്കരിച്ച് പുതിയൊരു ഇതിനെ അടയാളപ്പെടുത്താൻ ശ്രമിച്ച നിരൂപകനാണ്. നിരൂപണം തന്നെ ഒരു കലാരൂപമായി കണ്ട, അത്തരത്തിൽ നിരൂപണം നടത്തിയ, നിരൂപണത്തിൽ പുതിയ നവീന സമീപനങ്ങൾ കൊണ്ടുവന്ന എഴുത്തുകാരനാണ്. ആധുനികതയുടെ ഒരു ചിട്ടവട്ടത്തിൽ നിന്നുകൊണ്ട് ആധുനികതയ്ക്ക് വേണ്ടി വാദിച്ച എഴുത്തുകാരനും കൂടിയാണ് ആര്? KP അപ്പൻ എന്നുള്ളത് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടിയാണ്. അതോടൊപ്പം KP അപ്പൻ മുന്നോട്ട് വെക്കുന്ന ഗുരുവിനെ കുറിച്ചുള്ള സങ്കല്പനങ്ങളാണ് ഈ ലേഖനത്തിലുള്ളത് എന്നുള്ളതും കൂടി പറഞ്ഞുകൊണ്ട് ക്ലാസ് നിർത്തുന്നു. നന്ദി.